ഗുഡ് ഈവനിങ് ഓൾ. സോ നമ്മൾ ഇന്ന് ഗുഡ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇമ്മ്യൂണോളജി ആണ് കേട്ടോ. ഇമ്മ്യൂണോളജി ചെറിയ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് കുറച്ച് ഡെഫിനിഷൻസ് നോക്കാനുണ്ട്. അതായത് ഫസ്റ്റ് വൺ, ഇമ്മ്യൂണോളജി. വാട്ട് ഈസ് ഇമ്മ്യൂണോളജി? Immunology is a branch of biomedical science that covers the study of all aspects of immune system. Okay, ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ എല്ലാ ആസ്പെക്ട്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റഡി, അതിനെയാണ് ഇമ്മ്യൂണോളജി എന്ന് പറയുന്നത്. അതായത് ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ, നമ്മുടെ ബോഡിയിലുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഏതൊക്കെ കമ്പോണൻസ് ആണ് ഉള്ളത്, അതിന്റെ സ്ട്രക്ചർ, അതിന്റെ ഓരോന്നിന്റെയും ഫങ്ഷൻ, ദെൻ എങ്ങനെയാണ് അത് നമ്മുടെ ബോഡിയുടെ ഡിഫെൻസീവ് മെക്കാനിസത്തിൽ ഇൻവോൾവ് ആവുന്നത്, അതിന്റെ മെക്കാനിസം എന്താണ്, ദെൻ അതിനെ ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസോർഡേഴ്സ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്, അലർജിക് റിയാക്ഷൻസ് ഏതൊക്കെയാണ്, അതിന്റെ ട്രീറ്റ്മെന്റിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ഏതൊക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇമ്മ്യൂൺ സിസ്റ്റത്തെ റിലേറ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റഡി, അതിനെയാണ് ഇമ്മ്യൂണോളജി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി ബ്രാഞ്ച് ഓഫ് ബയോമെഡിക്കൽ സയൻസ് ദാറ്റ് കവേഴ്സ് ദി സ്റ്റഡി ഓഫ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം. നെക്സ്റ്റ് വൺ, ആന്റിജൻ. സോ എന്താണ് ആന്റിജൻ? ഇറ്റ് ഈസ് എ ഫോറിൻ മെറ്റീരിയൽ ദാറ്റ് കോസിങ് ആൻ ഇമ്മ്യൂൺ റെസ്പോൺസ്. ഓക്കെ, ആന്റിജൻ ക്യാൻ ബി എനി ഫോറിൻ മെറ്റീരിയൽ. നമ്മുടെ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്യുന്ന ഒരു എനി ഫോറിൻ മെറ്റീരിയൽ ദാറ്റ് ക്യാൻ ബി കോൾഡ് ആസ് ആന്റിജൻ. ആൻഡ് അതുപോലെ തന്നെ ആന്റിജൻ ഇറ്റ് ക്യാൻ ഇൻഡ്യൂസ്, അല്ലെങ്കിൽ അത് ട്രിഗർ ചെയ്യും. നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അത് ട്രിഗർ ചെയ്ത് അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്ത് ഇമ്മ്യൂൺ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അങ്ങനെയുള്ള ഫോറിൻ മെറ്റീരിയൽസിനെയാണ് നമ്മൾ ആന്റിജൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫോറിൻ മെറ്റീരിയൽ that can induce or trigger immune system and produce immune response. സോ നമ്മളൊരു ഒരുപാട് ടെസ്റ്റ് ഉള്ള ഒരു ഏരിയയിലേക്ക് എക്സ്പോസ്ഡ് ആവുകയാണെങ്കിൽ അവിടെയുള്ള ടെസ്റ്റ് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളത് ബ്രീത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ, ചിലപ്പോൾ ചില ആളുകളിൽ ചുമ അല്ലെങ്കിൽ സ്നീസിങ് ഒക്കെ ഉണ്ടാവും. അത് എന്താണ്, ആ ഡസ്റ്റ് എന്ന് പറയുന്നത് അവിടെ ഒരു ആന്റിജൻ ആണ്. നമ്മൾ തുമ്മുക അല്ലെങ്കിൽ ചുമക്കുക എന്ന് പറയുന്നത് ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹാപ്റ്റൻ. ഹാപ്റ്റൻ നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഡെഫിനിഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ഡെഫിനിഷൻസ് നോക്കുന്നത്. ഹാപ്റ്റൻ മീൻസ് ഇറ്റ് ഈസ് എ സ്മോൾ മോളിക്യൂൾ. ഹാപ്റ്റൻ ഈസ് എ സ്മോൾ മോളിക്യൂൾ which cannot induce immune response when administered alone. ഹാപ്റ്റിൻ എലോൺ നമ്മുടെ ബോഡിയിൽ അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇമ്മ്യൂൺ റെസ്പോൺസ് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് വൺസ് അതൊരു കാരിയർ പ്രോട്ടീൻ ആയിട്ട് കപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു കാരിയർ പ്രോട്ടീൻ ആയിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ദെൻ ഇറ്റ് ക്യാൻ ഇൻഡ്യൂസ് ഇമ്മ്യൂൺ റെസ്പോൺസ്. അങ്ങനെയുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഹാപ്റ്റൻ എന്ന് പറയുന്നത്. ഹാപ്റ്റൻ ഈസ് എ സ്മോൾ മോളിക്യൂൾ. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇറ്റ് ഈസ് എ സ്മോൾ മോളിക്യൂൾ ആൻഡ് alone, when hapten administered alone, it cannot induce immune response, but it can induce immune response when coupled to a carrier protein. സോ ഹാപ്റ്റിൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചില ആളുകൾക്ക് പെനിസിലിൻ അലർജി ഉണ്ടായിരിക്കും. അതായത് പെനിസിലിൻ അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ പെനിസിലിൻ ആസച്ച് ഒറ്റയ്ക്ക് പെനിസിലിന് ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. പെനിസിലിൻ എന്ത് ചെയ്യും, നമ്മുടെ ബോഡിയിലുള്ള ചില പ്രോട്ടീൻസിനായിട്ട്, നമ്മുടെ ബോഡിയിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ടല്ലോ, അതിൽ ചില പ്രോട്ടീൻസിനായിട്ട് അവർ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞ് അതൊരു ഹാപ്റ്റൻ ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെയാണ് പെനിസിലിൻ അലർജിക് റിയാക്ഷൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഒരു ഹാപ്റ്റിന് ഒരു എക്സാമ്പിൾ ആണ് പെനിസിലിൻ എന്ന് പറയുന്നത്. പെനിസിലിൻ അലർജിയുള്ള പേഷ്യന്റിൽ അതിന്റെ മെക്കാനിസം വരുന്നത് അങ്ങനെയാണ്. സോ ഹാപ്റ്റൻ ഈസ് എ സ്മോൾ മോളിക്യൂൾ. When it administered alone, it cannot induce immune response, but when coupled to a carrier protein, it can induce immune response. Next one, antibody. സോ ആന്റിബോഡിക്ക് പറയുന്ന വേറൊരു പേരെന്താണ്? ആന്റിബോഡിക്ക് നമ്മൾ പറയുന്ന വേറൊരു പേര്, ആന്റിബോഡി ഈസ് ഓൾസോ നോൺ ആസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. അല്ലെ, കേട്ടിട്ടില്ലേ ഇമ്മ്യൂണോഗ്ലോബുലിൻ? ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആന്റിബോഡീനെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ്. സോ ആന്റിബോഡി ഈസ് എ സ്പെസിഫിക് സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി ബോഡി ഇൻ റെസ്പോൺസ് ടു ദി ആന്റിജനിക് സ്റ്റിമുലേഷൻ. നമ്മൾ പറഞ്ഞു, ഒരു ആന്റിജൻ, ഒരു ഫോറിൻ മെറ്റീരിയൽ നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം സ്റ്റിമുലേറ്റഡ് ആവും, അങ്ങനെ ഇമ്മ്യൂൺ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ടൈമിൽ നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്പെസിഫിക് സബ്സ്റ്റൻസ് ആണ് ആന്റിബോഡി.
ഓക്കെ. ഇമ്മ്യൂൺ റെസ്പോൺസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്പെസിഫിക് സബ്സ്റ്റൻസ് ആണ് ആന്റിബോഡി. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. ഓരോ ആന്റിജനും സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിബോഡി ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ആന്റിജൻ ആണ് എൻട്രി ചെയ്യുന്നതെങ്കിൽ അതിനെ സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിബോഡി ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. വേറെ ഒരു ആന്റിജൻ ആണെങ്കിൽ അതിന് പെർട്ടിക്കുലർ ആയിട്ടുള്ള ആന്റിബോഡി ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, അതാണ് സ്പെസിഫിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ വിൽ ബി ഹൈലി സ്പെസിഫിക്. ഒരു ടൈപ്പ് ആന്റിജൻ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ആന്റിബോഡിനായിട്ട് മാത്രമേ കോംപ്ലക്സ് ഫോം ചെയ്യുള്ളൂ. ഓക്കെ, സോ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ വിൽ ബി ഹൈലി സ്പെസിഫിക്. ദെൻ ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ടല്ലോ. വൈറ്റ് ബ്ലഡ് സെൽസിന്റെ ഒരു ടൈപ്പാണ് ലിംഫോസൈറ്റ്. ഓക്കെ, ലിംഫോസൈറ്റ് 2 ടൈപ്പിൽ വരുന്നുണ്ട്. ബി ലിംഫോസൈറ്റും ഉണ്ട്, ടി ലിംഫോസൈറ്റും ഉണ്ട്. അതിൽ ബി ലിംഫോസൈറ്റിന്റെ ഒരു ടൈപ്പ് ഓഫ് ബി ലിംഫോസൈറ്റ് ആണ് പ്ലാസ്മ സെൽസ് എന്ന് പറയും. ഈ പ്ലാസ്മ സെൽസ് ആണ് ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ബോഡിയിൽ വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്. അതിന്റെ ഒരു ടൈപ്പാണ് ലിംഫോസൈറ്റ്. ലിംഫോസൈറ്റ് 2 ടൈപ്പിലുണ്ട്. ബി ലിംഫോസൈറ്റും ഉണ്ട്, ടി ലിംഫോസൈറ്റും ഉണ്ട്. ഇതിൽ ബി ലിംഫോസൈറ്റിന്റെ ഒരു ഫോമാണ് പ്ലാസ്മ സെൽസ് എന്ന് പറയും. ഈ പ്ലാസ്മ സെൽസ് ആണ് ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, പ്ലാസ്മ സെൽസിൽ നിന്നാണ് ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? സോ ആന്റിബോഡിയുടെ അതർ നെയിം ഏതായിരുന്നു? And antibodies are produced from where? Plasma cell. So then ഹാപ്റ്റന്റെ ഡെഫിനിഷനും കൂടി നോക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡിഫെൻസീവ് മെക്കാനിസം ഓഫ് അവർ ബോഡി. അതായത് ഒരു ആന്റിജൻ നമ്മുടെ ബോഡിയിൽ എൻട്രി ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി എങ്ങനെയൊക്കെയാണ് അതിനെ എതിർക്കാൻ, ഡിഫെൻഡ് ചെയ്യാൻ എങ്ങനെയൊക്കെയാണ് നോക്കുന്നത്. സോ ദാറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 2 ടൈപ്പ്. ഫസ്റ്റ് ലൈൻ ഡിഫെൻസീവ് മെക്കാനിസം ആൻഡ് സെക്കൻഡ് ലൈൻ ഡിഫെൻസീവ് മെക്കാനിസം. ഫസ്റ്റ് ലൈൻ ഡിഫെൻസ് എന്ന് പറഞ്ഞാൽ ബോഡിയുടെ ഇനീഷ്യൽ മെക്കാനിസം. ഒരു പാത്തോജൻ അല്ലെങ്കിൽ ഒരു ആന്റിജൻ നമ്മുടെ ബോഡിയിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ അതിന്റെ ആ എൻട്രി നമ്മുടെ ബോഡിയിലേക്ക് എൻട്രി ചെയ്യുന്നതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, അതാണ് ഫസ്റ്റ് ലൈൻ ഡിഫെൻസീവ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ. ദാറ്റ് ഇൻവോൾവ്സ് അനാട്ടമിക്കൽ ബാരിയേഴ്സ്. അതായത് മെയിൻലി പറയുകയാണെങ്കിൽ സ്കിന്ന് തന്നെ അല്ലെ, നമ്മുടെ ബോഡിയിലേക്ക് ഏതൊരു ആന്റിജൻ എൻട്രി ചെയ്യണമെങ്കിലും ഈ സ്കിന്നുള്ള ബാരിയർ ബൈപ്പാസ് ചെയ്താൽ മാത്രമേ അത് നമ്മുടെ ബോഡിയിൽ എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് ലൈൻ ഡിഫെൻസീവ് മെക്കാനിസം ഇൻവോൾവ്സ് അനാട്ടമിക്കൽ ബാരിയേഴ്സ്, എക്സാമ്പിൾ സ്കിൻ, ദെൻ സീലിയ ഇൻ റെസ്പിറേറ്ററി ട്രാക്ട്, മ്യൂക്കസ് മെംബ്രെയിൻ ആൻഡ് ദെയർ സെക്രീഷൻസ്, ദെൻ ബാക്ടീരിയൽ ഫ്ലോറ. ഇതൊക്കെയാണ് അനാട്ടമിക്കൽ ബാരിയേഴ്സിൽ വരുന്നത്. ഇതാണ് ഫസ്റ്റ് ലൈൻ ഡിഫെൻസീവ് മെക്കാനിസം, അതായത് ഇനീഷ്യൽ മെക്കാനിസം ടു പ്രിവെന്റ് ദി എൻട്രി ഓഫ് പാത്തോജൻ ഇൻ ടു അവർ ബോഡി. അതാണ് ഫസ്റ്റ് ലൈൻ ഡിഫെൻസ് എന്ന് പറഞ്ഞാൽ. ദെൻ സെക്കൻഡ് ലൈൻ ഡിഫെൻസ് ഈസ് ഓൾസോ നോൺ ആസ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. സെക്കൻഡ് ലൈൻ ഡിഫെൻസിന്റെ വേറൊരു പേരാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. സോ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ആയിരിക്കും, അതുപോലെ തന്നെ നോൺ സ്പെസിഫിക് ആയിരിക്കും. സെക്കൻഡ് ലൈൻ ഡിഫെൻസീവ് മെക്കാനിസം ഈസ് ഓൾസോ നോൺ ആസ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ദെൻ അതിന്റെ ക്യാരക്ടേഴ്സ് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്മീഡിയറ്റ് ആൻഡ് നോൺ സ്പെസിഫിക് റെസ്പോൺസ് ആയിരിക്കും. ഓക്കെ, അതിൽ വരുന്നതാണ് സെക്കൻഡ് ലൈൻ ഡിഫെൻസിൽ വരുന്നതാണ് ഇൻഫ്ലമേഷൻ, ദെൻ ഫീവർ, നാച്ചുറൽ കില്ലർ സെൽസ്, ഫാഗോസൈറ്റിക് വൈറ്റ് ബ്ലഡ് സെൽസ്, ആന്റി മൈക്രോബിയൽ സബ്സ്റ്റൻസസ് that involves coagulation system, lactoferrin and transferrin, lysozymes and interferon. അതായത് നമ്മുടെ ബോഡിയിലേക്ക് ഒരു പാത്തോജൻ അല്ലെങ്കിൽ ആന്റിജൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഫീവർ ഉണ്ടാകും, അല്ലെങ്കിൽ ഫാഗോസൈറ്റിക് സെൽസ് ഒക്കെ ഉണ്ട്. അത് അതിനെ ആ പാത്തോജനെ എൻഗൾഫ് ചെയ്ത് അതിനെ ഡിസ്ട്രോയ് ചെയ്യും. ദെൻ ഒരുപാട് എൻസൈം സിസ്റ്റംസ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ. ആന്റി മൈക്രോബിയൽ സബ്സ്റ്റൻസ് ആണ്, അതായത് പാത്തോജൻസ്, ബാക്ടീരിയ, വൈറസ്, അതെല്ലാം നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ മെക്കാനിസംസ് ഒക്കെ യൂസ് ചെയ്ത് അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ നോക്കും. So these are the components of second line defensive mechanism, that is also known as innate immunity. Then നമുക്ക് ഇതിൽ നോക്കാം innate immunity. Okay, innate immunity യുടെ characters നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? Innate immunity immediate response ആണ്, അതുപോലെ തന്നെ നോൺ സ്പെസിഫിക്കും ആണ്.
ഓക്കെ, ഇന്ന പാത്തോജന് ഇന്ന റെസ്പോൺസ് അങ്ങനെയല്ല. ഏതൊരു ആന്റിജനും നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്താൽ ഉണ്ടാവുന്ന ചില റിയാക്ഷൻസ്, അതിനെയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. റാപ്പിഡ് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ആണ്. ദെൻ അതിന്റെ കമ്പോണൻസ് നമ്മൾ പറഞ്ഞ പോലെ ന്യൂട്രോഫിൽസ് വരുന്നുണ്ട്, ബേസോഫിൽ, ഈസ്നോഫിൽ. ഓക്കെ, ഇതെല്ലാം ഗ്രാനുലോസൈറ്റ്സ് ആണ്. വൈറ്റ് ബ്ലഡ് സെൽസിന്റെ ടൈപ്സ് ആണ്, ഗ്രാനുലോസൈറ്റ്സ് ആണ് ഈ 3 സെൽസും. ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ, ബേസോഫിൽ എന്ന് പറയുന്നത്. ദെൻ മാക്രോഫേജസ് വരുന്നുണ്ട്, നാച്ചുറൽ കില്ലർ സെൽസ് വരുന്നുണ്ട്, ഡെൻഡ്രൈറ്റിക് സെൽസ് വരുന്നുണ്ട്. ഇത് നമുക്ക് ഈ പേരിൽ നിന്ന് തന്നെ അറിയാം. അവരെന്താണ് ചെയ്യുക, നമ്മുടെ എന്തെങ്കിലും ഒരു പാത്തോജൻ നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യും. എൻസൈംസ് ഒക്കെ യൂസ് ചെയ്ത് അതിനെ എൻഗൾഫ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യും. അതാണ് ഈ മാക്രോഫേജസ്, നാച്ചുറൽ കില്ലർ സെൽസ്, ഇതിൻ്റെ ഒക്കെ മെക്കാനിസം വരുന്നത്. സോ അതാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. നെക്സ്റ്റ് വൺ വരുന്നത് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി ആണ്. ഓക്കെ, അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ നമ്മൾ പറഞ്ഞു അത് റാപ്പിഡ് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ആണ്, നോൺ സ്പെസിഫിക് ആണ്. അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയുടെ കേസ് വരുമ്പോൾ ഇത് ഒരു സ്ലോ റെസ്പോൺസ് ആയിരിക്കും. ഓക്കെ, സ്ലോ റെസ്പോൺസ് ആണ്, അതുപോലെ തന്നെ ഹൈലി സ്പെസിഫിക് ആയിരിക്കും. ഓക്കെ, അതായത് ഏത് പാത്തോജൻ ആണോ നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്യുന്നത് അതിൻ്റെ ഒരു നേച്ചർ അനുസരിച്ചായിരിക്കും അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാം വരുമ്പോൾ ഏതൊരു ആന്റിജൻ എൻ്റർ ചെയ്യുമ്പോൾ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി സ്റ്റിമുലേറ്റഡ് ആവില്ല. ഒരു പെർട്ടിക്കുലർ ആന്റിജൻ, ഏത് ആന്റിജൻ ആണോ അതിനനുസരിച്ച് നമ്മുടെ ബോഡിയിൽ ഡെവലപ്പ് ആവുന്ന അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം സ്റ്റിമുലേറ്റഡ് ആവുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റിയാണ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി. സ്ലോ റെസ്പോൺസ് ആയിരിക്കും. ഓക്കെ, കുറച്ച് ടൈം എടുത്തിട്ടാണ് ഈ ഇമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ദെൻ ഇതിന്റെ കമ്പോണൻസ് വരുന്നത് ബി സെൽസ്, ബി ലിംഫോസൈറ്റും വരുന്നുണ്ട്, ടി ലിംഫോസൈറ്റും വരുന്നുണ്ട്. ഇതിൽ ബി ലിംഫോസൈറ്റ് ആണ് നമ്മൾ പറഞ്ഞു എന്താണ് പ്ലാസ്മ സെൽസ് ഫോം ചെയ്ത് അതിൽ നിന്നാണ് ആന്റിബോഡീസ് ഫോം ചെയ്യുന്നത്. ദെൻ ടി ലിംഫോസൈറ്റ് 2 ടൈപ്പിൽ വരുന്നുണ്ട്, CD4+ ടി സെൽ, ദെൻ CD8+ ടി സെൽ. ഓക്കെ, ഇതാണ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയുടെ കമ്പോണൻസ് വരുന്നത്. ക്ലിയർ ആയോ? Yes, ma'am. Okay. So what are the components of adaptive immunity? B cells and T cells. B cells and T cells. B cells produces plasma cells which in turn produce antibodies. Then T cells are 2 type, CD4+ T cell and CD8+ T cell. ഈ CD4+ T cell ആണ് നമുക്ക് എയ്ഡ്സ് എന്നുള്ള ഒരു കണ്ടീഷൻ വരുമ്പോൾ അവിടെ വൈറസ് മെയിൻലി എഫക്റ്റ് ചെയ്യുന്നത് CD4+ T സെല്ലിനെ ആയിരിക്കും. നമ്മളൊരു എയ്ഡ്സ് പേഷ്യൻറ്റിൽ അവരുടെ CD4+ കൗണ്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ നോർമൽ ലെവലിൽ നിന്ന് വളരെ ലോ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അതായത് എയ്ഡ്സ് പേഷ്യൻറ്റിന് ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും. അതാണ് വൺസ് ഒരാൾ എയ്ഡ്സ് ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ പിന്നെ ഒരുപാട് ഇൻഫെക്ഷൻസ് ആൾക്ക് വന്നുകൊണ്ടിരിക്കും. അതായത് അവരുടെ ഇമ്മ്യൂണിറ്റി ലെവൽ എന്ന് പറയുന്നത് വളരെ ലോ ആണ്. അതുകൊണ്ടാണ് അവർക്ക് പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഓരോ ഇൻഫെക്ഷൻസ് വന്നിട്ടായിരിക്കും അവരിൽ ഡെത്ത് സംഭവിക്കുക എയ്ഡ്സ് പേഷ്യൻസിൽ. സോ എയ്ഡ്സ് പേഷ്യൻസിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ വിച്ച് സെൽ ഈസ് മോസ്റ്റ്ലി എഫക്റ്റഡ് ഇൻ എയ്ഡ്സ് പേഷ്യൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നാൽ ദാറ്റ് ഈസ് CD4+ T സെൽ. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ദെൻ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പറയാനുള്ളത്, നമ്മൾ പറഞ്ഞു ഇത് സ്ലോലി ആണ് റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു. ബട്ട് സ്ലോലി ആണെങ്കിൽ പോലും വൺസ് ഇത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലോങ് ലാസ്റ്റിംഗ് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യും. Okay, adaptive immunity produced only slowly, but once developed, it can produce a long-lasting effect. Okay, including the development of immune memory. Okay, immune memory എന്ന് പറഞ്ഞ ഒരു പോയിന്റ് നമുക്ക് ഇവിടെ നോക്കാനുണ്ട്. Immune memory. Okay, immune memory is a characteristic or hallmark. Okay, അങ്ങനെയൊക്കെ പറയാം. അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഇമ്മ്യൂൺ മെമ്മറി എന്ന് പറയുന്നത്. എന്താണ് ഇമ്മ്യൂൺ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ ബോഡിയിലേക്ക് ഒരു പാത്തോജൻ എൻ്റർ ചെയ്ത് കഴിയാണ്, ദെൻ അത് നമ്മുടെ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി സ്റ്റിമുലേറ്റഡ് ആവുകയാണ്. അങ്ങനെ സ്റ്റിമുലേറ്റഡ് ആയി കഴിഞ്ഞാൽ ബി സെൽസ് പ്രൊഡ്യൂസ് ചെയ്യും, ബി സെൽസ് ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും, ടി സെൽസും ആക്ടിവേറ്റഡ് ആവും, അങ്ങനെ ആ പാത്തോജനെ ഡിസ്ട്രോയ് ചെയ്യും. എഗെയിൻ കുറേ നാളുകൾക്ക് ശേഷം ആ സെയിം പാത്തോജൻ നമ്മളെ ഇൻഫെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ബി സെൽസും ടി സെൽസും ആ പാത്തോജനെ മെമ്മറിയിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കും.
ഓക്കെ, ഈ പാത്തോജൻ എഗെയിൻ നമ്മളെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ റീ എക്സ്പോഷർ ഉണ്ടാവുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടും ഇത് മുമ്പ് അറ്റാക്ക് ചെയ്തിട്ടുള്ള പാത്തോജൻ ആണ്. ഓക്കെ, അങ്ങനെ പെട്ടെന്ന് ഓർമ്മയെന്ന് എടുക്കാൻ പറ്റും അവർക്ക്. അങ്ങനെ എടുക്കുമ്പോൾ എന്താണ് നമ്മുടെ ബോഡിക്ക് പെട്ടെന്ന് തന്നെ ഇമ്മ്യൂൺ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്ത് ആ പാത്തോജനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് ഇമ്മ്യൂൺ മെമ്മറി. ഇമ്മ്യൂൺ മെമ്മറി ക്ലിയർ ആണോ? ഓക്കെ, നമ്മൾ പറയില്ലേ ചിക്കൻ ബോക്സ് ഒരു വട്ടം വന്ന ആൾക്ക് പിന്നെ വരില്ല എന്നൊക്കെ പറയില്ലേ. ഓക്കെ, അതൊക്കെ ഈ ഒരു ഇമ്മ്യൂൺ മെമ്മറി എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് പറയുന്നത്. ഒരു പാത്തോജൻ നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, സ്ലോലിയാണ് ഡെവലപ്പ് ചെയ്യുക, പക്ഷെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ റീ എക്സ്പോഷർ ഉണ്ടാവുമ്പോൾ ഈ ബി സെല്ലും ടി സെല്ലും അതിനെ എന്താണ് മെമ്മറിയിൽ വെച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിക്ക് പെട്ടെന്ന് ആ ബാക്ടീരിയ അല്ലെങ്കിൽ ആ പാത്തോജനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ബി സെല്ലും ടി സെല്ലും നമ്മൾ മെമ്മറി സെൽസ് എന്നും പറയും. ഓക്കെ, ബിക്കോസ് ദേ ക്യാൻ പ്രൊഡ്യൂസ് immune memory, they can develop immune memory, so they are known as memory cells. Okay, so അത്രയാണ് നമുക്ക് കമ്പോണൻസ് പറയാനുള്ളത്. ദെൻ ടി സെൽ മെച്ചുറേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ടി സെൽ മെച്ചുറേഷൻ നമ്മൾ പറഞ്ഞു ടി ലിംഫോസൈറ്റ്. ഈ ടി സെൽ മെച്ചുറേഷൻ ഒക്കേഴ്സ് ഇൻ ദി ബോൺ മാരോ. ഓക്കെ, ബോൺ മാരോയിലാണ് ടി സെൽ മെച്ചുറേഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ ദേ ആർ സ്റ്റോർഡ് ഇൻ തൈമസ് ഗ്ലാൻഡ്, ദെൻ സർക്കുലേറ്റ് ഇൻ ടു വേരിയസ് ഡെസ്റ്റിനേഷൻ. ഓക്കെ, ടി സെൽ മെച്ചുറേഷൻ എവിടെയാണ് നടക്കുന്നത്? ബോൺ മാരോ, ദെൻ സ്റ്റോർഡ് ഇൻ തൈമസ് ഗ്ലാൻഡ്സ്, ദെൻ സർക്കുലേറ്റ് ഇൻ ടു വേരിയസ് പാർട്ട് ഓഫ് ദി ബോഡി. അതുപോലെ തന്നെ ഇൻട്രാ സെല്ലുലർലി ആണ് മോസ്റ്റ്ലി ടി ലിംഫോസൈറ്റ് കാണാറുള്ളത്. സോ അത്രയാണ് നോക്കാനുള്ളത്. നെക്സ്റ്റ് വൺ, ടൈപ്സ് ഓഫ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ടൈപ്സ് ഓഫ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ്. ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു ഒരു ആൻറ്റിജൻ നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് വിച്ച് ക്യാൻ ഇൻഡ്യൂസ് ഓർ ട്രിഗർ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന്. ചില ആളുകളിൽ ഇത് ഓവറായിട്ട് സ്റ്റിമുലേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. സോ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ മെയിൻലി 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 ആൻഡ് ടൈപ്പ് 4. സോ ടൈപ്പ് 1 ഫസ്റ്റ് നോക്കാം. ടൈപ്പ് 1ന്റെ നെയിം ആണ് ഇമ്മീഡിയറ്റ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ. ഓക്കെ, നെയിം നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇമ്മീഡിയറ്റ് ഹൈപ്പർ, ടൈപ്പ് 1 ഈസ് നോൺ ആസ് ഇമ്മീഡിയറ്റ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ. സോ അതിൽ വരുന്ന ആന്റിജന്റെ ഫോം ആണ് സോളിബിൾ ആന്റിജൻ ആയിരിക്കും ആ റിയാക്ഷനിൽ ഉണ്ടായിരിക്കുക. ദെൻ ഹ്യൂമറൽ കമ്പോണന്റ്, അതായത് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇൻവോൾവ് ആയിട്ടുള്ളത് IgE ആണ്. ഓക്കെ, ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ആണ്. അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആന്റിബോഡി എന്ന് പറയുന്നത് IgE ആണ്. ദെൻ സെല്ലുലാർ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ മാസ്റ്റ് സെൽസ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. ദെൻ എക്സാമ്പിൾസ്, ടൈപ്പ് 1ന്റെ എക്സാമ്പിൾ ആണ് അലർജിക് റിയാക്ഷൻസ്. ഓക്കെ, അലർജിക് റിയാക്ഷൻസ്. ദെൻ അനാഫൈലാക്സിസ്, അതായത് അലർജി കൂടിയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനെയാണ് നമ്മൾ അനാഫൈലാക്സിസ് എന്ന് പറയുന്നത്. അലർജി അനാഫൈലാക്സിസ് ആണ് ടൈപ്പ് 1ന്റെ മേജർ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അതായത് പീനട്ട് അലർജി, ചില ആളുകൾക്ക് പീനട്ട് അലർജി ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഇമ്മീഡിയറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. നമ്മൾ പറഞ്ഞു അതിന്റെ നെയിം പറയുന്ന പോലെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ടായിരിക്കും റിയാക്ഷൻ ഉണ്ടാവുക. അതായത് പീനട്ട് അലർജി ഉള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ഒരു കേക്ക്, പീനട്ട് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു കേക്കിന്റെ ഒരു പീസ്, ഒരു ചെറിയ പീസ് കഴിച്ചാൽ മതി, പെട്ടെന്ന് തന്നെ എന്താണ് ആകെ മേല് ചുവക്കാനും അങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ ഇമ്മീഡിയറ്റ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് പീനട്ട് അലർജി. അതുപോലെ തന്നെ ഫുഡ് അലർജി, മോസ്റ്റ് ഓഫ് ദി ഫുഡ് അലർജികളൊക്കെ വരുന്നത് ടൈപ്പ് 1ലാണ്. ഓക്കെ, ഒരു ഫുഡ് അലർജി വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അത് ടൈപ്പ് 1 ആണ്. പീനട്ട് അലർജി ഒക്കെ ഓർക്കുക, പീനട്ട്, അതുപോലെ തന്നെ അതർ ഫുഡ് അലർജീസ് ഒക്കെ വരുന്നത് ടൈപ്പ് 1ലാണ്. സോ അതായത് കണ്ടോ, ഒരു ഇമ്മീഡിയറ്റ് അലർജിക് റിയാക്ഷൻ സിംറ്റംസ്, അതായത് ഒരാള് പീനട്ട് അലർജി ഉള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ഈറ്റിംഗ് എ പീസ് ഓഫ് കേക്ക് കണ്ടെയ്നിങ് നട്ട്സ്, ഒരു ചെറിയ പീസ് കഴിച്ചാൽ മതി. ദെൻ സിംറ്റംസ് ലൈക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, ദെൻ സ്വെല്ലിംഗ് ഓഫ് ലിപ്സ് ആൻഡ് ടങ്, ദെൻ ഫെയിൻറ്റിങ്, ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ ഇമ്മീഡിയറ്റ്ലി പ്രൊഡ്യൂസ് ചെയ്യും.
ക്ലിയർ ആണോ? Yes, ma'am. സോ ടൈപ്പ് 1ന്റെ നെയിം എന്താണ്? ടൈപ്പ് 1ന്റെ Immediate. ഇമ്മീഡിയറ്റ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ. ദെൻ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ്? Immunoglobulin E. IgE. ദെൻ ഇമ്പോർട്ടന്റ് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? Anaphylaxis. Allergy. അലർജീസ്, അതായത് പീനട്ട് അലർജി ഓർക്ക്. അതുപോലെ തന്നെ ഫുഡ് അലർജിയുടെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അതും ടൈപ്പ് 1ൽ വരുന്നതാണ്. ഓക്കെ. ദെൻ ടൈപ്പ് 2 എന്ന് പറയുന്നത് സൈറ്റോടോക്സിക് റിയാക്ഷൻസ് ആണ്. ഓക്കെ, ടൈപ്പ് 2 സൈറ്റോടോക്സിക്, അതായത് ക്വസ്റ്റ്യനിൽ സൈറ്റോടോക്സിക് എന്നുള്ള ഒരു ടേം വരികയാണെങ്കിൽ ദാറ്റ് ഈസ് ടൈപ്പ് 2. ദെൻ ഇതിലുള്ള ആന്റിജൻ ഫോം എന്ന് പറയുന്നത് സെൽ ബൗണ്ട് ആണ്. ദെൻ ആന്റിബോഡീസ് ഇൻവോൾവ് IgG ആൻഡ് IgM. ദെൻ സെല്ലുലാർ കമ്പോണന്റ് എന്ന് പറയുന്നത് മാക്രോഫേജസ് ആണ്. അതിന്റെ എക്സാമ്പിൾസ് ആണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. ഓക്കെ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്ന ടൈമിൽ ഉണ്ടാവുന്ന റിയാക്ഷൻസ്, അത് സൈറ്റോടോക്സിക് റിയാക്ഷൻസിന് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്, ദെൻ ഹീമോലൈറ്റിക് അനീമിയ. ബ്ലഡ് റിലേറ്റഡ് വരുന്നതെല്ലാം സൈറ്റോടോക്സിക് റിയാക്ഷനിലാണ് വരുന്നത്. എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് നമുക്കറിയാലോ, അതായത് മദറില് RH നെഗറ്റീവ് ആണ്, ഫീറ്റസില് RH പോസിറ്റീവ് ആണെങ്കിൽ എന്താണ് ആ ബർത്ത് ആ ടൈമില് മദറിലുള്ള ഇമ്മ്യൂൺ സിസ്റ്റം, മദറിന്റെ ഇമ്മ്യൂൺ സിസ്റ്റം ഫീറ്റസിലുള്ള RBCനെ ഹീമോലൈസിസ് ബ്രേക്ക് ചെയ്യും. ഓക്കെ, സോ എന്താണ് ന്യൂബോൺ ബേബിയിൽ സിവിയർ ആയിട്ടുള്ള ഹീമോലൈസിസിനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ടാകും. അതാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട, ഈ എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക കേട്ടോ. സോ സൈറ്റോടോക്സിക് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ വരുന്നുണ്ട്, എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്, ഹീമോലൈറ്റിക് അനീമിയ. ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് വരുന്നത്. ഹീമോലൈറ്റിക് അനീമിയ എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. നമ്മുടെ RBC റപ്ചർ ആവുക, അല്ലെ, ഹീമോലൈസിസ് ഉണ്ടാവുക. സോ സിവിയർ ആയിട്ടുള്ള അനീമിയ ഉണ്ടായിരിക്കും, അതാണ് ഹീമോലൈറ്റിക് അനീമിയ എന്ന് പറഞ്ഞാൽ. സോ ടൈപ്പ് 2ന്റെ നെയിം ഏതാണ്? സൈറ്റോടോക്സിക്. ഏതൊക്കെയാണ് എക്സാമ്പിൾസ്, ഏതൊക്കെയാണ് വരുന്നത്? Blood transfusion reaction. Erythroblastosis fetalis. Then Hemolytic anemia. അനീമിയ. ഓക്കെ. ദെൻ ടൈപ്പ് 3 എന്ന് പറയുന്നത് ഇമ്മ്യൂൺ കോംപ്ലക്സ് റിയാക്ഷൻസ്. ഓക്കെ, ഇമ്മ്യൂൺ കോംപ്ലക്സ് റിയാക്ഷൻ, ഇമ്മ്യൂൺ കോംപ്ലക്സ് ഫോർമേഷൻ, അല്ലെങ്കിൽ കോംപ്ലിമെന്റ് ആക്ടിവേഷൻ, അല്ലെങ്കിൽ കോംപ്ലിമെന്റ് ഫിക്സേഷൻ. ഈ 3 ടേമും നിങ്ങൾ ഓർക്കുക. ഇമ്മ്യൂൺ കോംപ്ലക്സ് ഫോർമേഷൻ, അല്ലെങ്കിൽ കോംപ്ലിമെന്റ് ആക്ടിവേഷൻ, അല്ലെങ്കിൽ കോംപ്ലിമെന്റ് ഫിക്സേഷൻ. ഈ 3 ടേം ക്വസ്റ്റ്യനിൽ വരികയാണെങ്കിലും ദാറ്റ് ഈസ് ടൈപ്പ് 3നെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ആന്റിജൻ എന്ന് പറയുന്നത് സോളിബിൾ ആണ്. ഇതിൽ വരുന്ന ഹ്യൂമറൽ ആന്റിബോഡി ഈസ് IgG ആൻഡ് IgM. കോംപ്ലിമെന്റ് ഫിക്സേഷൻ ഓർ കോംപ്ലിമെന്റ് ആക്ടിവേഷൻ ടൈപ്പിൽ വരുന്ന ആന്റിബോഡീസ് IgG ആൻഡ് IgM ആണ്. ദെൻ സെല്ലുലാർ കമ്പോണന്റ് ന്യൂട്രോഫിൽസ് ആണ്. ഇതിന് എക്സാമ്പിൾസ് വരുന്നത് സെറം സിക്നസ്, ദെൻ ലൂപ്പസ്. ഓക്കെ, സെറം സിക്നസും ലൂപ്പസ്, സിസ്റ്റമിക് ലൂപ്പസ് എരിത്തമാറ്റസ് എന്ന് പറയും. ഈ 2 കണ്ടീഷൻസും ആണ് ടൈപ്പ് 3ക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ദെൻ ടൈപ്പ് 4 എന്ന് പറയുന്നത് ഡിലേഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ആണ്. ടൈപ്പ് 1 എന്തായിരുന്നു? ടൈപ്പ് 1 Immediate. ഓക്കെ, ടൈപ്പ് 4 എന്ന് പറയുന്നത് ഡിലേഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ആണ്. ഇതിൽ ആന്റിജൻ എന്ന് പറയുന്നത് സെൽ ബൗണ്ട് ആണ് ആൻഡ് സോളിബിൾ. ഹ്യൂമറൽ കമ്പോണന്റ് ഇൻവോൾവ് അല്ല. ദെൻ സെല്ലുലാർ കമ്പോണന്റ് എന്ന് പറയുന്നത് T സെൽസ്, മാക്രോഫേജസ്. അതിന്റെ എക്സാമ്പിൾ വരുന്നത് ട്യൂബർക്കുലർ ലേഷൻസ്, ദെൻ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ്, ദെൻ ഗ്രാഫ്റ്റ് റിജക്ഷൻ. ഓക്കെ, എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. ഈ എക്സാമ്പിൾസ് നമുക്ക് തരും, എന്നിട്ട് ഏത് ടൈപ്പ് ആണെന്നാണ് ചോദിക്കുക. അപ്പോൾ ഈ ട്യൂബർക്കുലോസിസ് റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അത് ഡിലേഡ് ആണ്, അല്ലെങ്കിൽ കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് എന്നുള്ള ഒരു കേസ് തന്നിട്ട് ദാറ്റ് ഈസ് ഡിലേഡ് ആയിരിക്കും. ഗ്രാഫ്റ്റ് റിജക്ഷൻ വരികയാണെങ്കിലും ഡിലേഡ് ആയിരിക്കും. അങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, ടൈപ്പ് 4 എന്താണ് പറയുന്നത്? അതിന്റെ നെയിം എന്താണ്? ഡിലേഡ്. ദെൻ ടൈപ്പ് 3 ഇമ്മ്യൂൺ കോംപ്ലക്സ് ഫോർമേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആന്റിബോഡീസ് ഏതൊക്കെയാണ്? Antibody G.
ഇമ്മ്യൂണോഗ്ലോബുലിൻ ജി. ഓക്കെ, ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയാം കേട്ടോ. ഇമ്മ്യൂണോഗ്ലോബുലിൻ ജി, ഇമ്മ്യൂണോഗ്ലോബുലിൻ എം. ഓക്കെ, സോ അതൊക്കെയാണ് വരുന്നത്. അത്രയാണ് ടൈപ്സ് ഓഫ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ. ഫർദർ എക്സാമ്പിൾസും കൂടി വരുന്നുണ്ട്. ടൈപ്പ് 1 ഇമ്മീഡിയറ്റ് ആണ്, IgE ആന്റിബോഡി ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. ദെൻ നമ്മൾ പറഞ്ഞു അതിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയായിരുന്നു? ടൈപ്പ് 1 ഏതൊക്കെയായിരുന്നു എക്സാമ്പിൾസ്? അനാഫിലാക്സിസും അലർജീസും. അലർജി, അനഫൈലാക്സിസും. അതർ എക്സാമ്പിൾസ് വരികയാണ് ബി സ്റ്റിങ്സ് വരുന്നുണ്ട്, ലാറ്റക്സ്, സർട്ടൻ മെഡിക്കേഷൻസ് ലൈക്ക് പെൻസിലിൻ. ദെൻ ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ സൈറ്റോടോക്സിക് ആണ്. അതിൽ വരുന്നത് ഹീമോലൈറ്റിക്, ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ളത് ഹീമോലൈറ്റിക് റിയാക്ഷൻസ്. ദെൻ ഒരു നെക്സ്റ്റ് പോയിന്റ് ആണ് ഗുഡ് പാസ്റ്റർ സിൻഡ്രോം എന്ന് പറയുന്നത്. ദെൻ ടൈപ്പ് 3 ഇമ്മ്യൂൺ കോംപ്ലക്സ് ഫോർമേഷൻ ഓർ ഇമ്മ്യൂൺ കോംപ്ലക്സ് ഡിപ്പോസിഷൻ, അങ്ങനെയൊക്കെ പറയുന്നത് ടൈപ്പ് 3 തന്നെയാണ്. അതിന് എക്സാമ്പിൾ ആണ് സെറം സിക്നസ് നമ്മൾ പറഞ്ഞു, ലൂപ്പസ് പറഞ്ഞു. ദെൻ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ന്യൂമോനൈറ്റിസ്, പോളി ആർട്ടറൈറ്റിസ് നോഡോസ. ടൈപ്പ് 4 ഡിലേഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ, അതിന് എക്സാമ്പിൾ ആണ് ക്രോണിക് ഗ്രാഫ്റ്റ് റിജക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. ഓക്കെ, ഇമ്മ്യൂണോഗ്ലോബുലിൻ ആന്റിബോഡീസിന്റെ ടൈപ്സ് ആണ് നോക്കുന്നത്. സോ അത് IgG, IgA, IgM, IgD, IgE. ഓക്കെ, ഇങ്ങനെ 5 ടൈപ്സ് ഉണ്ട് ഇമ്മ്യൂണോഗ്ലോബുലിൻസ്. ഇതിന്റെ അതർ നെയിംസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓർഡറിൽ തന്നെ പഠിക്കാൻ നോക്കുക കേട്ടോ. അപ്പൊ ഇതിലൊരു ഈസി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഓർഡറിൽ തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് ഇതിലത്തെ പോയിന്റ്സ് ഒക്കെ ഓർത്ത് വെക്കാൻ പറ്റും. ദെൻ അതർ നെയിംസ് നോക്കുകയാണെങ്കിൽ IgAയുടെ അതർ നെയിം ആണ് സെക്രീറ്ററി ഇമ്മ്യൂണോഗ്ലോബുലിൻ. ഓക്കെ, സെക്രീറ്ററി ഇമ്മ്യൂണോഗ്ലോബുലിൻ. ദെൻ IgM ഇതിന്റെ നെയിം ആണ് മാക്രോഗ്ലോബുലിൻ. ഓക്കെ, IgM. സോ M ഫോർ മാക്രോഗ്ലോബുലിൻ. ഓക്കെ, എന്താണ് IgAയുടെ നെയിം? എന്താണ് IgA? Secretory immunoglobulin. Then IgM മാക്രോഗ്ലോബുലിൻ. മാക്രോഗ്ലോബുലിൻ. ദെൻ IgG എന്ന് പറയുന്നത് അതിന്റെ സ്ട്രക്ചർ മോണോമെറിക് ആണ്. അതായത് മോണോമെറിക് എന്ന് പറയുമ്പോൾ അതിന്റെ സ്ട്രക്ചറിൽ ഒരൊറ്റ യൂണിറ്റ് ഉണ്ടായിരിക്കുള്ളൂ. ദെൻ IgA എന്ന് പറയുന്നത് മോണോമർ ഇൻ സെറം, സെറത്തിൽ മോണോമർ ആയിരിക്കും. ദെൻ സെക്രീഷൻസിൽ അത് ഡൈമർ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. IgM എന്ന് പറയുന്നത് പെൻഡാമെറിക് ആണ്. പെൻഡാമെറിക് എന്ന് പറയുമ്പോൾ 5 യൂണിറ്റ്സ് ഉണ്ടായിരിക്കും അതില്. ദെൻ IgD മോണോമെറിക് ആണ്, IgEയും മോണോമെറിക് ആണ്. സോ IgM മാത്രമാണ് പെൻഡാമെറിക് വരുന്നത്. സോ ഈ സ്ട്രക്ചർ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും ഇതിൽ ഏറ്റവും സൈസ് കൂടുതൽ ആർക്കായിരിക്കും, ഏത് ആന്റിബോഡിക്കായിരിക്കും? ഈ സ്ട്രക്ചർ വെച്ച് പറയാൻ പറ്റുമോ? IgM IgM ആയിരിക്കും. അത് ബിക്കോസ് ഇറ്റ് ഈസ് പെൻഡാമെറിക് ആണ്. അതുകൊണ്ട് തന്നെ സൈസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ലാർജസ്റ്റ് വരുന്നത് IgM ആണ്. ഓക്കെ, ഏറ്റവും സ്മോളസ്റ്റ് വരുന്നത് IgG ആണ്, സ്മോളസ്റ്റ് വരുന്നത്. ഓക്കെ, സോ IgG ആണ് ഏറ്റവും സ്മോളസ്റ്റ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ക്യാൻ ക്രോസ് പ്ലാസെന്റ. ഓക്കെ, പ്ലാസെന്റ ക്രോസ് ചെയ്യാൻ പറ്റും. IgGക്ക് പ്ലാസെന്റ ക്രോസ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻസിനൊന്നും പ്ലാസെന്റ ക്രോസ് ചെയ്യാൻ പറ്റില്ല. ദെൻ അടുത്ത് വരുന്നത് ഹാഫ് ലൈഫ് നോക്കുകയാണെങ്കിൽ IgG 23 ഡേയ്സ് വരുന്നുണ്ട്. അതിനാണ് ഏറ്റവും ഹയസ്റ്റ് ഹാഫ് ലൈഫ് ഉള്ളത്. ദെൻ IgA എന്ന് പറയുന്നത് 7 ഡേയ്സ് ആണ്, IgMന് 5 ഡേയ്സ്, IgDക്ക് 2 to 8 ഡേയ്സ് ആണ്, IgEക്ക് 2 to 3 ഡേയ്സ് ആണ് വരുന്നത്. സോ ഏറ്റവും ഹാഫ് ലൈഫ് കൂടുതലുള്ളത് IgG ആണ്. ദെൻ നമുക്ക് ഇതിന്റെ സെറം കോൺസെൻട്രേഷൻ നോക്കാം. IgG 80% ഉണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ദി ഹയസ്റ്റ് കോൺസെൻട്രേഷൻ. ഹയസ്റ്റ് കോൺസെൻട്രേഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് IgG ആണ്. ദെൻ സെക്കൻഡ് IgA ആണ് 10 to 15%. ദെൻ തേർഡ് വരുന്നത് IgM 5 to 10%, IgD 0.2%. ഏറ്റവും ലോവസ്റ്റ് കോൺസെൻട്രേഷൻ വരുന്നത് IgE ആണ് 0.002%. നിങ്ങൾ ഈ പെർസെൻറ്റേജ് ഒന്നും നോക്കണ്ട. ഏറ്റവും ഹയസ്റ്റ് വരുന്നത് IgG ആണ്, ഏറ്റവും ലോവസ്റ്റ് വരുന്നത് IgE ആണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് വരുന്നത് ഫിക്സ് കോംപ്ലിമെന്റ്. അതായത് കോംപ്ലിമെന്റ് ഫിക്സേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആന്റിബോഡീസ് ഏതൊക്കെയാണ്? കോംപ്ലിമെന്റ് ഫിക്സേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആന്റിബോഡീസ് ഏതൊക്കെയാണ്? ഇമ്മ്യൂണോഗ്ലോബുലിൻ ജിയും എമ്മും.
എം. ഓക്കെ, സോ ഇമ്മ്യൂണോഗ്ലോബുലിൻ ജിയും വരുന്നുണ്ട്, ഇമ്മ്യൂണോഗ്ലോബുലിൻ എമ്മും വരുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ടൈപ്പ് 3 നമ്മൾ പഠിച്ചതാണ്. സോ അത്രയും പോയിന്റ് ആണ് വരുന്നത്. പിന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ IgG എന്നുള്ള ആന്റിബോഡി ദാറ്റ് ന്യൂട്രലൈസസ് ടോക്സിൻസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് മിൽക്കിൽ, അതായത് ഫസ്റ്റ് മിൽക്ക് എന്ന് പറയും കൊളസ്ട്രം, അതിൽ പ്രസന്റ് ആയിട്ടുള്ള ആന്റിബോഡി എന്ന് പറയുന്നത് IgA ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് വരാറുള്ള കേട്ടോ. അതായത് കൊളസ്ട്രത്തിൽ മിൽക്കിൽ പ്രസന്റ് ആയിട്ടുള്ള ആന്റിബോഡി ഏതാണ്? IgA ആന്റിബോഡിയാണ്. നമ്മൾ പറയില്ലേ, അതായത് ഒരു ബേബി ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് ഉള്ള ബ്രസ്റ്റ് മിൽക്ക് എന്തായാലും കൊടുക്കണം എന്ന് പറയും. അതായത് വിച്ച് ഈസ് റിച്ച് ഇൻ ആന്റിബോഡീസ്. IgA ആന്റിബോഡിയിൽ റിച്ച് ആണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ദെൻ IgM എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഒരു ന്യൂ ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബോഡി IgM ആയിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് ദി ഫസ്റ്റ് ആന്റിബോഡി പ്രൊഡ്യൂസ്ഡ് ആഫ്റ്റർ എ ന്യൂ ഇൻഫെക്ഷൻ. ഓക്കെ, ചോദിക്കാറുണ്ട്, IgM ഈസ് ദി ഫസ്റ്റ് ആന്റിബോഡി പ്രൊഡ്യൂസ്ഡ് ആഫ്റ്റർ ന്യൂ ഇൻഫെക്ഷൻ. സോ അതുകൊണ്ട് തന്നെ ഫാസ്റ്റസ്റ്റ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണെന്ന് ചോദിച്ചാൽ IgM ആണ്. നമ്മുടെ ബോഡിയിൽ ഒരു ന്യൂ ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബോഡി IgM ആണ്. സോ അതുകൊണ്ട് അതിനെ ഫാസ്റ്റസ്റ്റ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്നും കൂടി പറയാറുണ്ട്. ക്ലിയർ ആണോ? Yes, ma'am. സോ നിങ്ങൾ ഇങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം പഠിക്കുക കേട്ടോ. ഫുള്ള് ബൈ ഹാർട്ട് ചെയ്യേണ്ട. ഏതാണ് സ്മോളസ്റ്റ്, ഏതാണ് ലാർജസ്റ്റ്, ഏതാണ് അങ്ങനെ പഠിക്കുക കേട്ടോ. ദെൻ ഈ ഇമ്പോർട്ടന്റ് പോയിന്റ്സും കൂടി പഠിക്കാം. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കാം, നിങ്ങൾ ആൻസർ പറയണേ. ഫസ്റ്റ് വൺ, വിച്ച് ടൈപ്പ് ഓഫ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ഈസ് ഇൻവോൾവ് ഇൻ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഹീമോലൈറ്റിക് അനീമിയ? Which type of hypersensitivity reaction is involved in drug-induced hemolytic anemia? Type 2. Yes, type 2 ആണ് വരിക. അതായത് ഹീമോലൈറ്റിക് അനീമിയ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള വരുമ്പോൾ ദാറ്റ് ഈസ് ടൈപ്പ് 2. Type 2 is known as cytotoxic reaction. Then which immunoglobulins activates complement system? Which immunoglobulins activates complement system? Immunoglobulin G. And G. IgM. ഇമ്മ്യൂണോഗ്ലോബുലിൻ ജി, ഇമ്മ്യൂണോഗ്ലോബുലിൻ എമ്മും. അതായത് ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഇമ്മ്യൂണോഗ്ലോബുലിൻ ആക്ടിവേറ്റ്സ് കോംപ്ലിമെന്റ് സിസ്റ്റം. കോംപ്ലിമെന്റ് സിസ്റ്റം അല്ലെങ്കിൽ കോംപ്ലിമെന്റ് ആക്ടിവേഷൻ അങ്ങനെ ഒരു ടേം വരികയാണെങ്കിൽ അത് ടൈപ്പ് 3 ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? സോ IgGയും IgMും ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. Then ഒരു question, an 8-year-old child had difficulty in breathing, swelling of lips and tongue and fainted following eating a piece of cake containing peanut. Which type of hypersensitivity reaction is this? Type 1. Type 1. Type 1 ആണ്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ആണ്, അലർജി അല്ലെങ്കിൽ അനാഫൈലാക്സിസ് ഒക്കെ വരുന്നത്. ദെൻ എയ്ഡ്സിൽ എഫക്റ്റഡ് ആയിട്ടുള്ള സെൽസ് ഏതാണ്? എയ്ഡ്സിൽ CD4 plus T cells. Okay. Then which antibody is produced immediately first after a new infection? IgM. Then which immunoglobulin is involved in type 2 hypersensitivity reaction? IgG and IgM. Then food allergy എന്ന് പറയുന്നത് ഏതാണ്? ഫുഡ് അലർജി Type 1. Type 1. Then ഒരു question, which immunoglobulin is frequently found elevated in asthmatic patients? Asthmatic patientsൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതോ ഒരു ഇമ്മ്യൂണോഗ്ലോബുലിന്റെ ലെവൽ കൂടുതലായിട്ടാണ് എപ്പോഴും കാണുക. അത് ഏത് ഇമ്മ്യൂണോഗ്ലോബുലിൻ ആണ്? Immunoglobulin E. അതെ, IgE ആയിരിക്കും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. A 27-year-old postgraduate student who is recently came back from Nigeria was instructed by his physician to perform the tuberculin skin test. Since Nigeria has a high incidence of tuberculosis, which of the following best describes tuberculin test result? അതായത് 27-year-old ഉള്ള ഒരു PG സ്റ്റുഡന്റ് ആണ്, നൈജീരിയന്ന് തിരിച്ചു വന്നേക്കാണ്. സോ എന്താണ് ഫിസിഷ്യൻ എന്ത് പറയും? ട്യൂബർക്കുലിൻ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറയുന്നുണ്ട്. കാരണം എന്താണ്? നൈജീരിയ ട്യൂബർക്കുലോസിസ് ഇൻസിഡൻസ് കൂടുതലുള്ള സ്ഥലമാണ്. സോ അവിടെ നിന്ന് വന്നതുകൊണ്ട്
ട്യൂബർക്കുലിൻ സ്കിൻ ടെസ്റ്റ്. ട്യൂബർക്കുലോസിസിന്റെ ടെസ്റ്റ് ആണ് ട്യൂബർക്കുലിൻ സ്കിൻ ടെസ്റ്റ് കേട്ടോ. ട്യൂബർക്കുലോസിസിന്റെ ടെസ്റ്റ് ആണ് ട്യൂബർക്കുലിൻ സ്കിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ വിച്ച് ഓഫ് ദി ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദി ട്യൂബർക്കുലിൻ സ്കിൻ ടെസ്റ്റ് റിസൾട്ട്? ഓപ്ഷൻ എ ടൈപ്പ് 4 ഡിലേഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി, ഓപ്ഷൻ ബി precipitation reaction, ഓപ്ഷൻ സി അലർജി റിയാക്ഷൻ, ഓപ്ഷൻ ഡി സെറം സിക്നസ്. Option A. Type 4 delayed. യെസ്, ഓപ്ഷൻ എ ആണ് വരിക. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഓർക്കുക, അതായത് ഇതിൽ നമ്മൾ പറഞ്ഞു ട്യൂബർക്കുലർ ലേഷൻസ് അങ്ങനെ ഓർത്താൽ മതി. ദാറ്റ് ഈസ് ടൈപ്പ് 4. സോ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനുള്ളത്. ഇതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വരിക, പക്ഷെ നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അല്ലേ, സിമ്പിൾ ആണ്. സോ എല്ലാവരും പഠിക്കുക കേട്ടോ. ഈ ഒരു പോർഷനാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. പഠിച്ചു കഴിഞ്ഞാല് നിങ്ങൾ എന്ത് ചെയ്യാ, മോക്ക് ടെസ്റ്റുകൾ ചെയ്യാ കേട്ടോ. ജനറൽ ഫാർമക്കോളജി പഠിച്ചു കഴിഞ്ഞു എല്ലാവരുടെയും? നിങ്ങൾ പഠിക്കുന്നതിനനുസരിച്ചിട്ട് മോക്ക് ടെസ്റ്റും കൂടി ചെയ്ത് പോവാ കേട്ടോ. എല്ലാം കൂടി അവസാനത്തേക്ക് വെക്കരുത്, പഠിക്കുന്നതിനനുസരിച്ച് ചെയ്ത് പോവാ. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. കുറച്ച് സ്റ്റുഡൻസ് മാത്രമേ ഡൗട്ടൊക്കെ ചോദിച്ചിരുന്നുള്ളൂ. എല്ലാവരും ഡൗട്ടൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്ത് പഠിച്ചു പോവാ കേട്ടോ.